നമസ്കാരം. സംസ്ഥാനത്തെ 55 ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്കുള്ള ചില പ്രധാനപ്പെട്ട പെൻഷൻ അറിയിപ്പുകളാണ് ഇപ്പോൾ സംസ്ഥാന ധനകാര്യ വകുപ്പിൻ്റെ ഭാഗത്തുനിന്നും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നും വന്നിരിക്കുന്നത്. സംസ്ഥാനത്ത് ഇപ്പോൾ ഏറ്റവും വലിയ ചർച്ചാ വിഷയമായി തന്നെ പെൻഷൻ വിതരണം മാറിയിരിക്കുകയാണ്. ഗുണഭോക്താക്കളുടെ അർഹത പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആരംഭിക്കുമെന്നൊക്കെ തന്നെ സർക്കാർ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനം ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും വന്നു ചേർന്നിരിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന പ്രധാന യോഗത്തിൽ മുഖ്യമന്ത്രിയുടെയും അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെയും ഭാഗത്തു നിന്ന് എടുത്തിട്ടുള്ള കുറച്ച് പ്രധാനപ്പെട്ട തീരുമാനങ്ങളാണ് ഇപ്പോൾ ഈ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത്. എല്ലാവരും തന്നെ ഈ ഒരു അപ്ഡേറ്റ് പൂർണ്ണമായിട്ട് കാണുക. പെൻഷൻ ആർക്കൊക്കെ നഷ്ടപ്പെടും, അതോടൊപ്പം തന്നെ ഏതെല്ലാം രേഖകളാണ് ഇനി പെൻഷൻ ലഭിക്കാനായിട്ട് സമർപ്പിക്കേണ്ടത് എന്നൊക്കെയുള്ള വിശദമായിട്ടുള്ള വിവരങ്ങളാണ് ഈ വീഡിയോ വഴി വിശദമാക്കുന്നത്. എല്ലാവരും തന്നെ പൂർണ്ണമായിട്ട് കാണുക. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതിക്ക് കീഴിൽ, അതായത് ദേശീയ വാർദ്ധക്യകാല പെൻഷൻ, അതുപോലെ തന്നെ വിധവാ പെൻഷൻ, ഭിന്നശേഷി പെൻഷൻ ആനുകൂല്യങ്ങളൊക്കെ തന്നെ വാങ്ങുന്നവർ, അപ്പോൾ ഇങ്ങനെയുള്ള വിവിധ സഹായങ്ങൾ വാങ്ങുന്ന 55 ലക്ഷത്തോളം വരുന്ന ആളുകൾ എല്ലാവരും തന്നെ തീർച്ചയായിട്ടും ഈ അറിയിപ്പ് ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ എല്ലാവരിലേക്കും നിങ്ങൾ മറക്കാതെ ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുകയും ചെയ്യുക. എല്ലാ മേഖലകളിലേക്കും ഉദ്യോഗസ്ഥരെ പരിശോധനയ്ക്ക് പറഞ്ഞയക്കുക എന്ന് പറയുന്നത് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ കർശനമായിട്ട് നിലവിൽ പരാതികൾ ലഭിച്ചിട്ടുള്ള മേഖലയിലേക്കായിരിക്കും പരിശോധനയ്ക്ക് മുൻഗണന നൽകുക. നിരവധി പരാതികൾ വന്നിട്ടുള്ള മേഖലകൾ കേന്ദ്രീകരിച്ച് പരിശോധനയ്ക്കായിട്ട് ഉദ്യോഗസ്ഥർ എത്തിച്ചേർന്ന് അവരുടെയൊക്കെ ഭൗതിക നിലവാരം, അതുപോലെ തന്നെ വീടിൻ്റെ സാഹചര്യം എല്ലാം തന്നെ പരിശോധിച്ച് അതോടൊപ്പം തന്നെ പെൻഷൻ ഗുണഭോക്താവിൻ്റെ വരുമാന സ്രോതസ്സുകൾ, എല്ലാ വരുമാന മാർഗങ്ങളും പരിശോധിച്ച് അതെല്ലാം തന്നെ കൃത്യമായിട്ട് വിലയിരുത്തൽ നടത്തുന്നതായിരിക്കും. ബാക്കിയുള്ളവർക്ക് പരിശോധനകൾ നടത്തുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ തന്നെ വിവിധ വകുപ്പുകളുമായിട്ടൊക്കെ തന്നെ സഹകരിച്ചായിരിക്കും. അതിൽ പ്രധാനമായിട്ടും 1 ഏക്കറിന് മുകളിലൊക്കെ തന്നെ പുരയിടം ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇനി പിടിവീഴാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തെ രജിസ്ട്രേഷൻ വകുപ്പുമായിട്ടൊക്കെ തന്നെ സഹകരിച്ചുകൊണ്ട് പെൻഷൻ ഗുണഭോക്താക്കളുടെ സ്ഥലത്തെ സംബന്ധിച്ച്, ഭൂമിയെ സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങളൊക്കെ തന്നെ ആ രീതിയിൽ സർക്കാർ ആ വകുപ്പുമായി ബന്ധപ്പെട്ട് കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ തീരുമാനം എടുത്തിരിക്കുന്നത്. ഇനി അത് മാത്രമല്ല, സ്വന്തമായിട്ട് വീട്ടിൽ വാഹനമുള്ളവർക്ക് പെൻഷൻ ലഭിക്കില്ല. അതും 4 ചക്ര വാഹനം സ്വന്തമായിട്ടുള്ളവർക്ക്. ഉപജീവന മാർഗത്തിനുള്ള ടാക്സി വാഹനങ്ങളല്ല, അല്ലാതെ സ്വന്തമായിട്ട് പ്രൈവറ്റ് വാഹനങ്ങളുണ്ടെങ്കിൽ അവരും പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെടും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായി പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് മോട്ടോർ വാഹന വകുപ്പിൻ്റെ കൂടി സഹായവും സംസ്ഥാന ധനകാര്യ വകുപ്പ് തേടുന്നതായിരിക്കും. ഇതുവഴി ഏതൊക്കെ ഗുണഭോക്താക്കൾക്ക് വീട്ടിൽ സ്വന്തമായിട്ട് പ്രൈവറ്റ് വാഹനങ്ങളുണ്ട് എന്ന് കൃത്യമായിട്ട് സർക്കാരിന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ നേരിട്ട് അവരുടെ വീടുകളിലെത്തി തന്നെ പരിശോധിക്കാതെ തന്നെ ഇങ്ങനെയുള്ളവരെ പുറത്താക്കുന്നതിന് വേണ്ടി സർക്കാരിന് സാധിക്കുന്നതാണ്. ഇനി അത് മാത്രമല്ല, AC ഉള്ള വീടുകൾ, അതോടൊപ്പം തന്നെ 2000 സ്ക്വയർ ഫീറ്റിൻ്റെ മുകളിലുള്ള വീടുകൾ എന്നിവയൊക്കെ ഉണ്ടാകും. അപ്പോൾ അത്തരം വീടുകളിൽ പെൻഷൻ ഗുണഭോക്താക്കൾ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവരും പെൻഷൻ വാങ്ങാൻ അയോഗ്യത ഉള്ളവരാണ്. അപ്പോൾ ആ അയോഗ്യത അത് കൃത്യമായിട്ട് പരിശോധിച്ച് അവരെ കൂടി പുറത്താക്കുന്ന നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും. അങ്ങനെയുള്ള സാഹചര്യം വരുമ്പോഴാണ് ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി പരിശോധിക്കേണ്ട ഒരു സ്ഥിതി വരുന്നത്. എന്നാൽ അത്തരം കാര്യങ്ങളിൽ സർക്കാർ ഇതുവരെ തീരുമാനം എടുത്തിട്ടില്ല. പരിശോധനയ്ക്ക് പരാതികൾ ലഭിച്ചിട്ടുള്ള മേഖലകൾ കേന്ദ്രീകരിച്ചായിരിക്കും മുൻഗണന സർക്കാർ നൽകുക. ഇനി അത് മാത്രമല്ല, നമ്മുടെ വരുമാന സർട്ടിഫിക്കറ്റ്, വാർഷിക വരുമാനം അത് 1 ലക്ഷത്തിന് മുകളിൽ ഉള്ളവർ തീർച്ചയായിട്ടും പെൻഷൻ പദ്ധതിയിൽ ചേരാനായിട്ട് യോഗ്യതയുള്ളവരല്ല. അതുകൊണ്ട് തന്നെ വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് ഇനി എല്ലാ വർഷവും സമർപ്പിക്കുന്ന രീതിയിലേക്ക് മാറ്റപ്പെടുകയാണ്. അതായത് നമ്മൾ ഓരോ വർഷവും വാർഷിക മസ്റ്ററിംഗ് നടത്തി ഈ ഒരു മസ്റ്റർ പ്രക്രിയ പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട്. എല്ലാ വർഷവും അതുകൊണ്ട് തന്നെ മസ്റ്ററിംഗ് ഉണ്ടാകും. അതുപോലെ തന്നെ വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് കൃത്യമായിട്ട് നമ്മൾ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഈ വരുമാന സർട്ടിഫിക്കറ്റ് അത് പരിശോധിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിലും ആളുകളെ പുറത്താക്കുന്നതിനുള്ള നടപടികൾ സർക്കാർ ആലോചിക്കുന്നുണ്ട്. ഇനി അത് മാത്രമല്ല, പെൻഷൻ ഗുണഭോക്താക്കൾ അവർ ആധാർ, ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് ഇതുകൂടി ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവിടെ കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ ആനുകൂല്യങ്ങളെല്ലാം തന്നെ വിതരണം ചെയ്യുന്നത് നമുക്കറിയാം. അതെല്ലാം തന്നെ ആധാർ അധിഷ്ഠിതമായിട്ടുള്ള രീതിയിൽ തന്നെയാണ്. നിലവിൽ പെൻഷൻ ഗുണഭോക്താക്കൾ സേവനയിൽ ഒരു ബാങ്ക് അക്കൗണ്ട് നൽകിയിട്ടുണ്ട്. ആ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് ധനസഹായം ലഭിക്കുന്നത്. അങ്ങനെ പെൻഷൻ ഗുണഭോക്താക്കൾ ഇത്തരത്തിൽ നൽകിയിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്ക് സർക്കാർ ഈ തുക ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇനി മുതൽ നമുക്ക് ആധാർ അധിഷ്ഠിതമായിട്ടുള്ള വിതരണ രീതിയിലേക്ക് അത് വരും ദിവസങ്ങളിൽ, വരുന്ന ആളുകളിൽ മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ആധാർ, ബാങ്ക് അക്കൗണ്ട് സീഡിങ് ചെയ്യേണ്ടതായിട്ട് വരും. അത്തരത്തിൽ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് മാത്രമായിരിക്കും തുക നമുക്ക് ലഭ്യമാവുക. ഇനി ഒരു പക്ഷേ ഒന്നിലധികം ബാങ്ക് അക്കൗണ്ടുള്ള പെൻഷൻ ഗുണഭോക്താക്കൾ കാണും. അങ്ങനെയുള്ളവർക്ക് അത് ഏത് അക്കൗണ്ടാണോ ആധാറുമായിട്ട് സീഡ് ചെയ്തിരിക്കുന്നത് അതിലേക്കാവും ഇനി മുതൽ തുക എത്തുക. അപ്പോൾ സർക്കാർ ഈ രീതിയിലാണ് പരിശോധനകൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ പുതിയ തീരുമാനങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും തീർച്ചയായിട്ടും ഇക്കാര്യങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഗ്രൂപ്പുകളിലേക്കും ഒക്കെ തന്നെ ഈ പ്രധാനപ്പെട്ട പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പുകൾ ഷെയർ ചെയ്യുക. ഈ പുതിയ രീതികളെപ്പറ്റി എല്ലാവരും മനസ്സിലാക്കിയിരിക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണിത്.
വിവിധ വാർത്തകൾ, അറിയിപ്പുകൾ എല്ലാ ദിവസവും ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക.